ഇന്ത്യയിലെ ടോപ്പ് 5 MBA കോളേജസ് ഏതൊക്കെയാണ്? മാനേജ്മെന്റ് സെക്ടറിൽ ഒരു ജോലി നോക്കുന്ന എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല MBA കോളേജ് എന്നുള്ളത്. അത്തരത്തിൽ ഗ്ലോബൽ FT റാങ്കിംഗ് അനുസരിച്ച് പൊസിഷൻ ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ ടോപ്പ് 5 MBA കോളേജസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് മുസമ്മിൽ. വെൽക്കം ടു അപ്സ്കിൽ കരിയേഴ്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇവരുടെ ഗ്ലോബൽ റാങ്കിംഗ് എത്രയാണ്, അതുപോലെ ഇന്ത്യയിലെ പൊസിഷൻ എത്രയാണെന്നുള്ളതാണ് മെയിൻലി നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു റാങ്കിംഗ് പ്രകാരം 5ാമതായി വരുന്നത് IIM ഇൻഡോർ. IIM ഇൻഡോറിന് ഗ്ലോബൽ FTയുടെ റാങ്കിംഗ് വരുന്നത് 69th പൊസിഷനാണ്. അതായത് ലോകത്ത് 69ാമത്തെ നല്ല MBA കോളേജാണ് IIM ഇൻഡോർ. ഇതിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് CAT എക്സാമിലൂടെയും അതുപോലെ GMAT GRE എക്സാമിലൂടെയാണ് ഇതിലേക്കുള്ള പ്രവേശനം. റാങ്കിംഗ് പ്രകാരം 4ാമത് വരുന്നത് IIM കൽക്കട്ടയാണ്. ഗ്ലോബൽ FT റാങ്കിംഗ് പ്രകാരം 61 ആണ് ഈ ഒരു കോളേജിന്റെ പൊസിഷൻ വരുന്നത്. ഇതിലേക്കുള്ള പ്രവേശനം ഒന്നുകിൽ CAT വഴിയോ അല്ലെങ്കിൽ GMAT എക്സാം വഴിയോ ആണ്. 3ാമതായി വരുന്നത് IIM ബാംഗ്ലൂരാണ്. ഇതിന്റെ ഗ്ലോബൽ FT റാങ്കിംഗ് വരുന്നത് 57th പൊസിഷനാണ്. ഇതിലേക്കുള്ള പ്രവേശനം CAT അല്ലെങ്കിൽ GMAT GRE എക്സാം വഴിയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 2ാമത്തെ MBA കോളേജ് എന്ന് പറയുന്നത് IIM അഹമ്മദാബാദ് ആണ്. IIM അഹമ്മദാബാദിന്റെ ഗ്ലോബൽ FT റാങ്കിംഗ് വരുന്നത് 31 ആണ്. അതായത് ലോകത്തെ ഏറ്റവും 31ാമത്തെ മികച്ച MBA കോളേജാണ്. ഇതിലേക്കുള്ള പ്രവേശനവും CAT അല്ലെങ്കിൽ GMAT എക്സാം വഴിയാണ്. ഗ്ലോബൽ FT റാങ്കിംഗ് പ്രകാരം ഇന്ത്യയിലെ നമ്പർ 1 MBA കോളേജ് എന്ന് പറയുന്നത് ISB ഹൈദരാബാദ് ആണ്. നമ്മളൊക്കെ IIM പ്രതീക്ഷിക്കുന്നിടത്താണ് ISB ഹൈദരാബാദ് ഗ്ലോബൽ റാങ്കിങ്ങിൽ 27th പൊസിഷനിലും ഇന്ത്യയിലെ 1ാമത്തെ കോളേജുമായിട്ട് മാറുന്നത്. ഇവിടത്തേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് CAT എക്സാം വഴിയല്ല, GMAT അല്ലെങ്കിൽ GRE എക്സാം വിത്ത് 2 year വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഇവിടെ അഡ്മിഷൻ ഉള്ളത്. ഇനി ഗ്ലോബൽ FT റാങ്കിംഗ് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച MBA കോളേജ് ഏതാണെന്നാണ് നിങ്ങളുടെ സംശയമെങ്കിൽ അതിനുള്ള ഉത്തരം ഇവിടെയുണ്ട്. അമേരിക്കയിലെ ഹാർട്ടൺ സ്കൂളാണ് ലോകത്തെ 1ാമത്തെ MBA കോളേജായിട്ട് ഗ്ലോബൽ FT റാങ്ക് ചെയ്തിരിക്കുന്നത്. സോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.